അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 70 തുടങ്ങി 80 പ്ലാന്റ് വരെ ഒരു ഏക്കറിൽ കയറും. ഇതിൻ്റെ ഒരു സീക്രട്ടാണ്. നമുക്ക് വലിയ മാംഗോസിന് എടുക്കണേലല്ല, ഇതിൻ്റെ എണ്ണം നോക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കാം. മംഗോസ്റ്റിൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മംഗോസ്റ്റിൻ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 50 ഏക്കർ മംഗോസ്റ്റിനാണ് ഇവർ ഫാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അവരുടെ സ്വന്തമായിട്ടുള്ള ഫാം ഏകദേശം 5-6 ഏക്കറാണ്. അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ അടുത്തുള്ള ചെറുകിട കർഷകരുടെ എല്ലാം മംഗോസ്റ്റിൻ തോട്ടങ്ങൾ ലീസിന് എടുത്തിട്ട് ഇവർ കൃഷി നടത്തുക. മംഗോസ്റ്റിൻ എന്ന് പറയുന്നത് റാണിയാണ്, പഴങ്ങളുടെ റാണിയാണ്. അപ്പം മംഗോസ്റ്റിൻ തോട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 35 വർഷം പഴക്കമുള്ള മംഗോസ്റ്റിൻ മരങ്ങൾ വരെയാണ് നിൽക്കുന്നത്. മംഗോസ്റ്റിൻ കഴിക്കാനൊരു പ്രത്യേക രസമല്ലേ. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചിരുന്നു. നല്ല പുളി, മധുരം, ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് നല്ല മധുരമാണ്, അതുപോലെ തന്നെ ചെറുതായിട്ട് പുളിയുണ്ട്, കഴിക്കാനൊരു രസമാണ്. അങ്ങനെ മംഗോസ്റ്റിൻ തോട്ടത്തിൽ വന്നിട്ട് മംഗോസിൻ്റെ വിശേഷങ്ങൾ അറിയാം. മനു ഉണ്ട്, മനുവിനോട് സംസാരിച്ച് തുടങ്ങാം. ഞാനിങ്ങനെ ഇവിടെ വന്ന് മനുവായിട്ട് സംസാരിച്ചപ്പോഴത്തേനും മനു പറഞ്ഞതെന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ക്രോപ്പാണ് മംഗോസ്റ്റിൻ എന്ന് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാവുന്ന, പക്ഷേ വളരെ സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടാകണം, സെൻസിറ്റീവ് അല്ല, പേഷ്യൻസ് ഉണ്ടാകണം. ഏകദേശം 8 വർഷം എടുക്കും ഈ മംഗോസിനൊന്ന് റെഡിയായി കായ്ക്കാൻ തുടങ്ങാനായിട്ട്. പക്ഷേ ആ 8 വർഷം എടുക്കുന്ന മംഗോസിൻ എന്ന് പറയുന്നത് കാണിച്ചു തരാം. അവിടെ ഒരു ചെടി നിൽപ്പുണ്ട്, കുഞ്ഞു ചെടിയാണ്. അത് 6 വർഷമായെന്നാണ് പറഞ്ഞല്ലേ, 6 വർഷമായ ചെടിയാണ്. അപ്പോൾ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മംഗോസിനിലെ കൃഷിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് മനുവിനോട് ചോദിക്കാം. ഇത് മനുവാണ്, മനുവിൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയാണല്ലേ. എത്ര വർഷമായി നമ്മുടെ ഈ മംഗോസിൻ തോട്ടം? ഇവിടെ ഈ തോട്ടം തുടങ്ങിയിട്ട് 35 കൊല്ലം. 35 കൊല്ലം. ഈ മരങ്ങളൊക്കെ ഏകദേശം ഒരു 10-30 വർഷം പഴക്കമുള്ള. 35 കൊല്ലം, എൻ്റെ അതേ പ്രായമാണ് ഈ മരങ്ങൾക്ക്. അതെ, മനു ജനിച്ചതും മംഗോസിൻ നട്ടതും. ഓക്കെ, അപ്പൊ ഇതെല്ലാം 35 വർഷം പഴക്കമുള്ള. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയില് 8 വർഷം. ഈ മംഗോസിന്റെ ഒരു കാലാവധി ഒന്ന് പറയുമോ? സീഡ് നട്ടാൽ അത് 8ാമത്തെ വർഷമാണ് കായ്ക്കുള്ളൂ മാംഗോസ്റ്റിൻ. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോ വരെ നമുക്ക് കിട്ടും? ഒരു 8ാമത്തെ വർഷം നമുക്കൊരു കുറച്ച് കഴിക്കാവുന്നത് മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു 9-10ാമത്തെ വർഷം തുടങ്ങി നമുക്കൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഒരു 30 കിലോ ഒക്കെ ഒരു മരത്തിൽ നിന്ന് കിട്ടാം. 30 തുടങ്ങി 40 വരെ കിട്ടാം. ഇപ്പൊ ഈ 35 വർഷം പഴക്കമായ മംഗോസ്റ്റിൻ മരയില്ലേ, അതിൽ നിന്ന് ഒരു വർഷം എത്ര കിലോ കിട്ടും? 200-നും 300-നും ഇടയ്ക്ക്. ഒരു മരത്തിൽ നിന്ന് 200 കിലോ തുടങ്ങി 300 കിലോന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാ വിലയായിരിക്കും നമുക്ക് കിട്ടുക? അപ്പോൾ നമുക്കൊരു ആവറേജ് പ്രൈസ് പറയുകയാണെങ്കിൽ ഇപ്പം ഈ കൊല്ലത്ത് ഒരു 170 ഒക്കെ പറയാം. നമ്മൾ ഈ മംഗോസ്റ്റിന്റെ കൃഷിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അതൊന്ന് പറയുമോ? കൃഷി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ തൈ നടുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, എത്ര വെള്ളക്കെട്ടുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ ഈ കൊള്ളി കൃഷി ചെയ്യുന്ന മാതിരി വാരം ചേർത്തി നമുക്ക് മാംഗോസ്റ്റിൻ നട്ടാൽ മാംഗോസ്റ്റിൻ നിലനിൽക്കും, അതായത് ചീഞ്ഞു പോവില്ല. വെള്ളത്തിൻ്റെ കൂടുതൽ സാന്നിധ്യം മാംഗോസ്റ്റിന് യാതൊരു പ്രശ്നവും ഇല്ല. അതൊന്ന്. രണ്ടാമത്തേത്, മാംഗോസ്റ്റിൻ ഷെയ്ഡ് ലവിങ് പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് വേറെ മറ്റു മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വെച്ചാലും മാംഗോസ്റ്റിൻ വളരും. പക്ഷെ വളരുന്നതനുസരിച്ച് മറ്റുള്ളതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നമ്മളിതിന് സ്പേസ് കൊടുത്തേക്കണം. പിന്നെ ഈ നമ്മൾക്ക് വേറെ ഒന്നുമില്ല, നേരെ ഓപ്പൺ ഒരു ഏരിയയിലാണ് നമ്മൾ മാംഗോസ്റ്റിൻ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ്, നമ്മൾ ഗ്രീൻ നെറ്റ് ഇല്ലേ, ഒരു 70-80% നെറ്റ് ഒന്നല്ലെങ്കിൽ സർക്കിൾ ചെയ്ത് കൊടുക്കുക ചുറ്റും, അല്ലെങ്കിൽ മേലയിൽ കൊടുത്തേക്കാം. ആദ്യത്തെ വേര് പിടിക്കുന്ന 2 മാസം വരെ, ഈ മഴക്കാലത്താണ് നമ്മൾ നടുന്നത്, അപ്പോൾ ആ സമയത്ത് ഒരു 2 മാസം വരെ കറക്റ്റായിട്ട് ഷെയ്ഡ് കൊടുത്തേക്കാം. പിന്നെ അതിന് ശേഷം പിന്നെ അത് വളർന്നോളൂ. അപ്പോൾ ഈ വയലിൽ വേണേലും കൃഷി ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പോൾ വയലിൽ നമ്മൾ മണ്ണിട്ട് പൊക്കൊന്നും വേണ്ട, മണ്ണിട്ട് പൊക്കണം. അതായത് മണ്ണിട്ട് പൊക്കി നമ്മൾ കൊള്ളി കൃഷി ചെയ്യുന്നില്ല, ഒരു ലൈനിൽ ഇങ്ങനെ പൊക്കി അതുമാതിരി ചെയ്യണം. ചെറിയൊരു. ഇപ്പോൾ അതിന്റെ സൈഡിൽ വെള്ളം താഴെ കെട്ടി നിന്നുകൊണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ അതിന്റെ ആ സ്റ്റെം ഒന്ന് മൂടി നിൽക്കുന്ന രീതിയിൽ. അതെ, കറക്റ്റ്. അതുപോലെ തന്നെ മനു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മംഗോസിന്റെ റൂട്ട്സ് വളരെ സ്ട്രോങ് ആണ്. അതെ. അപ്പോൾ ഒരു സൈഡിലോ തിട്ടയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ തന്നെ കാണാമല്ലോ, റൂട്ട് ഓപ്പൺ ആണ് ആ തോടിന്റെ സൈഡിലുള്ള മരങ്ങളുടെ. അതുമാതിരി തന്നെ ഇതിന് എത്ര മുകളിലേക്ക് പോയോ അതിന്റെ ഒരു 30-40% നേരെ താഴേക്കൊരു ടാപ്പ് റൂട്ട് ഉണ്ട്. അത് ഞാനൊരു തൈ പറിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൂട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഈ റൂട്ടാണ് ഇതിനെ സ്ട്രോങ് ആക്കി നിർത്തുന്നത്. അതുകൊണ്ട് നല്ലൊരു ഫ്ലഡ് വന്നാലും നല്ല കാറ്റ് വന്നാലും ജാതിയെല്ലാം മറിഞ്ഞു വീഴും, മാംഗോസ്റ്റിൻ വീഴില്ല. ഞാനിത് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, ഇവിടെ തന്നെ ഇവർക്ക് ഏകദേശം 5-6 ഏക്കർ അല്ലേ? 5 ഏക്കറിൽ ഇവിടെ കൃഷിയുണ്ട്. അത് കൂടാതെ ലീസിനായിട്ട് എടുത്തിരിക്കുന്ന എല്ലാം കൂടെ കൂട്ടി 50 ഏക്കറോളം ഇതുണ്ട്.
ഈ 5 ഏക്കർ എന്ന് പറഞ്ഞത് ഇപ്പോൾ 5 ഏക്കർ എന്ന് വിട്, ഒരേക്കറിൽ നമ്മൾ മംഗോസ്റ്റിൻ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തും വേണ്ട നമുക്ക് എത്ര തൈ കൃഷി ചെയ്യാൻ പറ്റും? ഒരു 20 അടി അകലാണ് നമ്മൾ മിനിമം പറയുന്നത്. അതിൽ എത്ര അകലം കൂടിയാലും പ്രോബ്ലം ഇല്ല. അതിന് താഴത്ത് മാംഗോസ്റ്റിൻ വെക്കരുത്. കാരണം മിനിമം 20 അടിയെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 70 തുടങ്ങി 80 പ്ലാന്റ് വരെ ഒരു ഏക്കറിൽ കയറും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു 70 മുതൽ 80 പ്ലാന്റ് വരെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 35 വർഷം കഴിയുമ്പോഴത്തേന് ഒരു പ്ലാന്റിന് ഏകദേശം 200 മിനിമം 200 കിലോ വരെ ഒരു വർഷം പ്രൊഡക്ഷൻ ഉണ്ടാവും. അതിൽ കൂടുതലും ഉണ്ടാവും. 200 മുതൽ 300 വരെ എന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ വേണമെങ്കിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ 35 വർഷം ആകുമ്പോഴാണ് ഈ പ്രൊഡക്ഷൻ വരുന്നത്. ഒരു 8 വർഷമൊക്കെ ആകുമ്പോൾ മുതൽ പ്രൊഡക്ഷൻ തുടങ്ങും. പക്ഷേ 8ാമത്തെ വർഷമൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെ കാണും. ക്വാണ്ടിറ്റി നമുക്ക് ഒരിക്കലും. പക്ഷെ ഒരു 5-6 ഏക്കർ ഒന്നിച്ച് വെക്കുകയാണെന്ന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയേക്കും. കൊടുക്കാൻ പറ്റും. അതെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റിയേക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ എന്ന് വേണ്ട പ്രോഫിറ്റ് വരുന്നത്. ഇപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് 200 രൂപയാണ് ഇന്നത്തെ വില. ഇന്നത്തെ 200 രൂപയാണ് പെർ കിലോ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിലോ നമുക്ക് മംഗോസ്റ്റിൻ തോട്ടത്തിൽ ഇറങ്ങി നടക്കാൻ കുഴപ്പമില്ല. മംഗോസ്റ്റിൻ തോട്ടം കാണാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് പറിക്കുന്നത്, ഇത് കാണുകയും ചെയ്യാം. അതുമാതിരി തന്നെ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ഒരേ വിലയ്ക്കാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഫാമിൽ വന്ന് എടുക്കുന്നവർക്കാണ് അതുള്ളൂ. നമുക്ക് കൊറിയറോ അങ്ങനെ മറ്റുള്ള ഫെസിലിറ്റിയോ ഇല്ല. കാരണം പ്രൊഡക്ഷനിലേ നല്ല തിരക്കിലായിരിക്കും. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഫാം കാണാം. ഹോൾസെയിൽ റീറ്റെയിൽ ഒരേ വിലയ്ക്ക് തന്നെ ഇവിടെ ഫ്രൂട്ട് അവൈലബിൾ ആണ്. വന്ന് നിങ്ങൾക്ക് 2 കിലോയോ 3 കിലോയോ എത്ര കിലോ ഇനിയിപ്പോൾ ബിസിനസ് ചെയ്യേണ്ട ആവശ്യത്തിനാണെങ്കിൽ അതോ അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഈ മംഗോസ്റ്റിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് മംഗോസ്റ്റിൻ കേട്ടോ. അത് സെലക്ട് ചെയ്യുമ്പോഴാണേലും മനു എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് ശരിക്കും ഒരു മംഗോസ്റ്റിൻ ഫ്രൂട്ട് നല്ലത് നോക്കിയെടുക്കും. ചിലതിനകത്ത് കേടൊക്കെ. മാംഗോസ്റ്റിൻ നിലത്ത് വീണ ഫ്രൂട്ടാണെങ്കിൽ അത് സ്റ്റോൺഡ് ആവുമെന്ന് പറയും. അതായത് കല്ലച്ചിരിക്കും. നമ്മളിപ്പോൾ എവിടെന്നെങ്കിലും നിങ്ങൾ മാംഗോസ്റ്റിൻ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളത് പതുക്കൊന്ന് ഞെക്കി നോക്കി അത് കല്ല് മാതിരി ഇരിക്കും. അങ്ങനെയുള്ളത് നിലത്ത് വീണതാണ്. നിലത്ത് വീണ ഫ്രൂട്ടാണ്. നമ്മളിവിടെ നിലത്ത് വീണ ഫ്രൂട്ട് സാപ്ലിങ്സിലേക്ക് എടുക്കും. ഇപ്പോൾ 2-3 മരമുള്ളവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇതുമാതിരി വിൽക്കാൻ പറ്റണമെന്നില്ല. കൊമേർഷ്യൽ മാർക്കറ്റിംഗ് സാധ്യതകൾ ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ കിട്ടിയ വിലയ്ക്ക് കൊടുക്കുമ്പോൾ മാർക്കറ്റിൽ ചെറിയ വിലയ്ക്ക് നമുക്ക് ഫ്രൂട്ട് അവൈലബിൾ ആവും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെയായിരിക്കും. നമ്മൾ ചെറുതായിട്ട് ഞെങ്ങും ഫ്രൂട്ട്. പിന്നെ ഒരു മോഡറേറ്റും ബിഗ് സൈസാണ് നമ്മൾ അതായത് ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഗുഡ് ക്വാളിറ്റി അല്ല, അതായത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു 200 രൂപ പറഞ്ഞ റേഞ്ചിൻ്റെ ഫ്രൂട്ട്. അതിൻ്റെ തൊട്ട് താഴെ ചെറിയ ഫ്രൂട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് ഇന്നത്തെ വില 120 അതിലാകെ വലുപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾക്കാർക്ക് വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് രീതിയിൽ കൊടുക്കും. ഈ മംഗോസിനകത്തുള്ള ഫ്രൂട്ട് കഴിക്കാൻ ഒരു രസമാണ്, നല്ല മധുരമാണ്, അതിൻ്റെ ചെറുപുളി ഉണ്ടാവും. പക്ഷേ അതിൻ്റെ തോട് വരെ മെഡിസിനിലാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ലുലുമോളിൽ നിന്ന് പണ്ടാണ്, വർഷങ്ങൾ മുമ്പാണ്, ഒരു പ്രാവശ്യം അതിൻ്റെ സിറപ്പ് വാങ്ങി ഞാനും വീട്ടിൽ ഫാമിലി ഒന്ന് കഴിച്ചു നോക്കുന്നു. ഇച്ചിരി ചവർപ്പ്, അതിൻ്റെ ഒരു കമർപ്പുണ്ട്. അതെ, ആ ഒരു ചെറിയ കമർപ്പ്, ഒരു കറ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും മാംഗോസ്റ്റിൻ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് അല്ല അതിന്. അതെ, അത് കുറച്ചൊരു ലാസ്റ്റ് വരുമ്പോൾ ഒരു ചെറിയൊരു ചവർപ്പ് ഫീൽ. അതിന് ആ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ അത് ഒത്തിരി മെഡിസിനിലാന്നാ പറയുന്നത്. ഇപ്പോഴാണെങ്കിലും ഇവരോട് പറഞ്ഞ ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആന്ന് പറയാം. അതിൻ്റെ ഇപ്പോൾ ഈ മാംഗോസ്റ്റിൻ റിൻഡിൽസ് എന്ന് പറയും, ഈ തോടിൻ്റെ അത് പൊടിപ്പിച്ചിട്ട് നമ്മൾ അത് കലക്കി കുടിക്കുമ്പോൾ ഈ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കെങ്കിലും നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമുക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ റിൻഡിൽസ് വേണം കൂടുതൽ കാര്യങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി. പിന്നെ അതുമാതിരി തന്നെ ഇത് പൊടിച്ച് ഇത് കോസ്മെറ്റിക്സിന് പോകുന്നുണ്ട്. വേറെ കൺട്രീസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് ഈ മാംഗോസ്റ്റിൻസിൻ്റെ കോസ്മെറ്റിക്സ് കാണാം നമുക്ക്. അത് പക്ഷേ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കും. ഫ്രൂട്ടേ കോസ്റ്റ്ലിയാണ്. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മനു, വേറൊരു കാര്യങ്ങൾ ചോദിക്കട്ടെ. മുമ്പേ പറഞ്ഞായിരുന്നു വയലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. അതേസമയം ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണെങ്കിലോ? ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡ് മാരത്തെ മണ്ണുള്ള സ്ഥലങ്ങളിൽ മാംഗോസ്റ്റിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ്. നമ്മൾ പറയുമ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്നത്. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ട്രോപ്പിക്കൽ സോയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ പുഴഞ്ചെരിവോട് കൂടി ഇപ്പോൾ നമുക്കുള്ളത് റെയിൻ ഫോറസ്റ്റിൻ്റെ ഇവിടെ അതിരപ്പള്ളിക്ക് അടുത്തുള്ള അതിനടുത്തുള്ള ഏരിയകൾ, അതായത് റെഡ് സോയിൽ അല്ലെങ്കിൽ അലുവിയൽ സോയിൽ എന്നൊക്കെ പറയും നമ്മൾ, ഈർപ്പം നിൽക്കുന്ന സോയിൽ. അതെ, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നന്നായി വളരുക. അങ്ങനത്തെ ഏരിയ നമുക്ക് ഒരുപാട് കേരളത്തിലുണ്ട്. മംഗലാപുരം സൈഡുണ്ട്, നന്നായിട്ടുണ്ട്. അതെ, അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്കിതിന് ഇനിയാണെങ്കിലും ഫ്യൂച്ചറുണ്ട്.
അതുപോലെ നമുക്കിപ്പോൾ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. ഹാർവെസ്റ്റിന്റെ സീസൺ ഏത് മാസം മുതലാണ് ഹാർവെസ്റ്റ്? നമുക്കൊരു ഏകദേശം പറഞ്ഞാൽ ഇത് പൂക്കുന്നത് ഡിസംബറിലാണ്. മെയ്, ജൂൺ, ജൂലൈ ഇതിനോടനുബന്ധിച്ചിരിക്കും ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം. ഓ ഓക്കെ. ജൂലൈ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ്ലി തീരും, ഓൾമോസ്റ്റ് തീരും. ചില കൊല്ലം അത് ഓഗസ്റ്റ് 5th ഒരു മിഡ് വരെ പോവാം. ചില കൊല്ലം അത് മെയ്യിലേ സ്റ്റാർട്ട് ചെയ്യാം. ഓ ഓക്കെ. എപ്പോഴും ഏറ്റവും ഡിമാൻഡുള്ള ഫ്രൂട്ട് മെയിലാണ്, സമ്മർ ഫ്രൂട്ട്സ്. അതിന് പ്രൈസിങ് കൂടുതലായിരിക്കും, പക്ഷെ മഴ പെയ്യുന്നതിന് മുന്നുള്ള ഫ്രൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സ്വീറ്റ്നെസ്സോ ഇത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. അതായത് അറിയാലോ, സമ്മറിൽ കിട്ടുന്ന എന്ത് ഫ്രൂട്ടിനും ടേസ്റ്റിനും, അതിൽ മാംഗോസ്റ്റിനും ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒട്ടും കംപ്ലയിൻസ്, ഈ മഴയിൽ കറ ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു നിലത്ത് വീണ ഫ്രൂട്ട് കേടാവുന്നു. അതുമാതിരി തന്നെ ഓവർ മഴ വന്നാലും ഫ്രൂട്ടിൻ്റെ അകത്തൊരു യെല്ലോ കളർ സ്റ്റെയിൻ കാണാം. ഇതിനെ ക്സാന്തോൺസ് എന്നാണ് പറയാം. അതൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പം നമ്മൾ ഈ മരത്തിൽ ഒരു കത്തി വെച്ച് ചെറിയൊരു വെട്ട് വെട്ടിയാലും ആ കറ വരും. ഒരു ക്സാന്തോൺസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി, അതിനെക്കുറിച്ചും കുറേ റിസർച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കറ ഇറങ്ങൽ കൂടും. അങ്ങനെ വരുമ്പോൾ ഈ മാംഗോസ്റ്റിൻ നമ്മളിപ്പോൾ 1 കിലോ വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു 14 അല്ല 15 എണ്ണമാണ് 1 കിലോയിലുള്ളെങ്കിൽ ഒരു 4-5 എണ്ണം കറ ഇറങ്ങിയതുണ്ടാവാം. പക്ഷെ അത് കഴിക്കാം, പക്ഷേ ഈ ഒരു ചെറിയ ടേസ്റ്റ് വരും. ഈ മാംഗോസ്റ്റിൻ ഫ്രൂട്ടിൻ്റെ തന്നെ നമുക്ക് അധികം എന്താ പറയുക, ജ്യൂസസോ ഷെയ്ക്സോ അങ്ങനെയൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ വില തന്നെയായിരിക്കും അല്ലേ? അത് അഫോർഡബിൾ ആയിരിക്കത്തില്ല. ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100, 300, 400 രൂപ ആയിരിക്കും. ഒരു മിനിമം 150, 130 രൂപയാണ് ഏറ്റവും വില കുറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഫ്രൂട്ട് എടുക്കേണ്ടി വരും. അതെ. അപ്പോൾ അതിനൊരു വില നിശ്ചയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ വേറെ കൂടുതൽ പ്രൊഡക്ട്സ് ഇറങ്ങാത്തത്. കാരണം ആ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആ തോട് പോകും. തോട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അതിനകത്തുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചുമ്മാ കഴിക്കാനായിട്ടാണെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാമ്പഴ പുളിശ്ശേരി പോലെ നമുക്ക് വേണമെങ്കിൽ പുളിശ്ശേരി വേണമെങ്കിൽ സാലഡ്സ് ഒക്കെ നമ്മൾക്കിപ്പോൾ ഇന്തോനേഷ്യൻ, തായ്ലൻഡിലൊക്കെ സാലഡ് ഡ്രസ്സിങ്സിൽ ഈ മാംഗോസ്റ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ പുളിയും മധുരവും കൂടെ ഒക്കെ. നമ്മളിവിടെ വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കിയിരുന്നു. നമുക്കിവിടെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുത്ത് നമുക്കൊരു ജാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സാപ്ലിങ്സിലേക്ക് ഇവിടുന്ന് വീഴുന്ന അന്ന് എടുക്കണമെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. നല്ലതാണ്. നമുക്ക് ജാം ആയതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ന രീതി വേറൊരു അങ്ങനെ ഫീൽ ഇല്ല. പക്ഷേ ജാം നല്ല ജാമായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ അതിൽ നമുക്ക് എടുക്കാൻ അത് കാരണം നമ്മൾ സീഡ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഈ പൾപ്പ് നമ്മൾ നോർമലി കളയുക ചെയ്യുന്നത്. നമ്മൾ ഈ സാപ്ലിങ് കുഴിച്ചിടും, ആ പൾപ്പ് നമ്മൾ സേവ് ചെയ്തിട്ട് ജാമാക്കി. അതേപോലെ തന്നെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻ കുളങ്ങൾ, ഇവരാണെങ്കിലും മീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻ കുളങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലറി നല്ല വളമാണ്. പിന്നെ നമുക്ക് മീൻ കുളങ്ങൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തേക്കുന്നത്, നമ്മുടെ ഒരു സന്തോഷം. അതെ. അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ വെള്ളം റെഗുലറായിട്ട് കളഞ്ഞ് ഹാഫ് ഇതിൽ നിറയ്ക്കണം. അത് pH ബാലൻസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ നമ്മൾ കളയുന്നത് താഴെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ അത് സ്ലറി, അതിൻ്റെ ആ വേസ്റ്റ് തന്നെ നല്ല വളം. അത് വളരെ ചെലവ് കുറഞ്ഞൊരു വളം. അത് രണ്ട് രീതിയിൽ ഉപകാരമാണ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ. നമ്മൾ പറയില്ല ഒരു സൈക്കിളാണ്. സെയിം സാധനം തന്നെയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കാണാം കുറേ ഇലകൾ കിടക്കുന്ന കാണാം. നിങ്ങളുടെ ബാക്കിലേക്ക് നോക്കി ഈ ഇലകളെല്ലാം തോടുകളിലേക്ക് അടിച്ചു കൂട്ടിയേക്കുന്ന കാണാം. ഇതിപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് വീണ ഇലകളാണ്. ഈ ഇലകളെല്ലാം ഇനി അടിച്ച് ആ തോട്ടിലേക്ക് കൂട്ടും. അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മണ്ണിലുള്ള സോയിൽ, അലുവയിൽ സോയിൽ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ചാണകം ഇട്ടിട്ട് അത് നേരെ ഇങ്ങോട്ട് റീസൈക്കിൾ ചെയ്യും. അതാണ് ഈ ബണ്ട് കാണുന്നത്. ഇതിനകത്തോട് പിന്നെ വെള്ളം ഒഴുകി വിടുകയും ചെയ്യും അല്ലേ? അതെ. അത് നമ്മൾ നനയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതും നമുക്ക് ചെലവ് കുറഞ്ഞൊരു വളം. അതാണ് പറഞ്ഞത്, ജൈവവളങ്ങൾ മാത്രമേ ഇതിന് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ ഓർഗാനിക്കായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ഥലങ്ങളുണ്ട്. അത് സബ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇത് കൃഷി ആവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. മാംഗോസ്റ്റിൻ മാത്രമല്ല, ഇവർക്ക് റംബുട്ടാനും ഉണ്ട് കേട്ടോ. റംബുട്ടാനും സെയിം ക്ലൈമറ്റ് വളരുന്ന. അതും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിലാണ്. തായ്ലൻഡിലുണ്ട് ഇഷ്ടംപോലെ. തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ എല്ലായിടത്തും ഉണ്ട്. അവിടെയൊക്കെ ഉള്ളതാണ്. അവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഇങ്ങോട്ടേക്കും വന്നത്. നമ്മുടെ ഈ ഭാഗത്ത് റംബുട്ടാനല്ല, നമ്മുടെ ഈ ഭാഗത്തല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോർത്ത് ഈസ്റ്റും അല്ല, ഈസ്റ്റേൺ ഇന്ത്യയിൽ, അതായത് ബീഹാർ, അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ, ഇവിടെയൊക്കെ ഉള്ളത് ലിച്ചിയാണ്.
റംബുട്ടാൻ അവിടെ അധികം കണ്ടിട്ടില്ല. എൻ്റെ കോമ്പറ്റീറ്റർ ആണ് ലിച്ചി. ഞാൻ ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയുന്നതിന് കാരണം മാംഗോസ്റ്റിൻ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് നോർത്തിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്താൽ ഭയങ്കര ഡിമാൻഡാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ കേരള സ്റ്റേറ്റിൽ നിന്ന് മാറ്റിയാൽ അതിന് വില കിട്ടും, ഡിമാൻഡും ഉണ്ട്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാവരുടെ പറയാറുണ്ട്, ഈ കേരളത്തിൽ വിൽക്കൽ വളരെ കുറവാണ്, പുറത്താണ് കൂടുതൽ വിൽക്കാറ്. ലിച്ചിയുടെ സീസൺ എന്നാണോ തീരുന്നത് അന്നാണ് റംബൂട്ടാൻ അങ്ങോട്ട് പോകുള്ളൂ. കാരണം ലിച്ചി റംബൂട്ടാനിലും ചീപ്പാണ് അവർ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ റംബൂട്ടാനേക്കാളും ടേസ്റ്റ് കുറച്ച് പൾപ്പിങ് ഇളകി പോയിരുന്നു. അതെ അതെ. പിന്നെ കുരു കുറവല്ലേ, കുരു കുറവാണ് റംബൂട്ടാനെ കമ്പയർ ചെയ്യുമ്പോൾ പൾപ്പിയാണ്. അതെ അതെ. അത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ലിച്ചി ആയിട്ട് ജ്യൂസ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും നമ്മൾ റംബുട്ടാൻ ജ്യൂസസ് അധികം കണ്ടിട്ടില്ല മാർക്കറ്റിൽ. ഈ പാക്കറ്റിൽ അതൊക്കെ വരുന്നതാണ് ലിച്ചി ജ്യൂസസ് ആണ്. ലിച്ചിയാണ് കാരണം അത് എടുക്കാനുള്ള എളുപ്പം കൊണ്ടും അതിന്റെ ഫെമിലിയർ ലിച്ചിയാണ് ആൾക്കാർ. അതെ അതാണ്. ഏതായാലും നിങ്ങൾക്ക് റംബുട്ടാൻ വേണോ അതോ മംഗോസ്റ്റിൻ വേണോ നിങ്ങൾ തീരുമാനിച്ചോ, എന്തായാലും ഇവിടെ വരാം, മനുവിനെ അപ്രോച്ച് ചെയ്യാം. മനുവിന്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് മെർലിൻ അല്ലേ, മെർലിൻ നഴ്സറി ചാലക്കുടിയിൽ. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മംഗോസ്റ്റിൻ തോട്ടമാണ് ഇവർക്കുള്ളത്. ആദ്യത്തെ കൊമേഴ്ഷ്യൽ പ്ലാന്റ് ചെയ്ത ഏറ്റവും വലിയ തോട്ടം. ആദ്യത്തെ കൊമേഴ്ഷ്യൽ പ്ലാന്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണ്. കൊമേഴ്ഷ്യൽ പ്ലാന്റ് ചെയ്തല്ല, അന്ന് അങ്ങനെ വെച്ചു, അതുകൊണ്ട് ഇങ്ങനെ കൊമേഴ്ഷ്യൽ പ്ലാന്റ് അങ്ങനെ പറയാം. അതെ അതെ അതെ. ഏതായാലും നിങ്ങൾ വന്ന് നോക്കുക, അതേപോലെ തന്നെ മംഗോസ്റ്റിനെ എൻജോയ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, കൂടെ ഉണ്ടാവുക, നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ. ഈ മംഗോസ്റ്റിൻ ഫ്രൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം മനു പറഞ്ഞു, ഇത് നേരത്തെ ഞാൻ ഹോം ഗ്രൗണ്ടിൽ പോയപ്പോൾ അവരും പറഞ്ഞിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു സീക്രട്ടാ, നമുക്ക് വലിയ മാംഗോസ്റ്റിൻ എടുക്കണേലല്ല, ഇതിൻ്റെ എണ്ണം നോക്കി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കാം. ഇതിൻ്റെ മംഗോസിൻ്റെ ഫ്രൂട്ടിൻ്റെ താഴെ തന്നെ, അകത്ത് പൊട്ടിക്കാതെ എത്ര അല്ലികൾ അകത്തുണ്ടെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ താഴെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു പൂ പോലെ നിൽക്കുന്ന ഇതിൻ്റെ ഒരു ബേസ് എന്ന് വേണേൽ പറയാം. അതിനകത്ത് 1 2 3 4 5 6, ഇതിനകത്ത് 6 അല്ലികളും, ഇതിനാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7, ഇതിനൊപ്പം 7 അല്ലികളും അകത്തുണ്ടാവണം അല്ലേ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് 7ൻ്റെയാണ് ഞാനിപ്പോൾ പൊട്ടിക്കുന്നത്. ഇതാ 1 2 3 4 5 6 7, എക്സാക്ട്ലി 7 ഉണ്ട്. ഇത് മനു ഇതൊന്ന് പിടിച്ച് പോട്ടെ. അടുത്തത് ഇതാ, ഇത് 6ൻ്റെ ആയിരുന്നു. 1 2 3 4 5 6, എക്സാക്ട്ലി 6 6 7. അപ്പം എത്ര അല്ലി വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, ഇതിനകത്ത് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആ പുറകിലത്തെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര അല്ലി ഇതിനകത്തുണ്ടെന്നുള്ളത്. നമ്മൾ ബൈയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇവർ റംബുട്ടാൻ പൊട്ടിക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പം 2 കൊല അവർ പൊട്ടിച്ചത്, അത് നമ്മളിങ്ങനെ എടുത്തു, അതുകൊണ്ട് അങ്ങ് പോയേക്കാണ്. ബൈയൊക്കെ പറഞ്ഞു, പക്ഷേ അങ്ങോട്ട് പോകാം. പക്ഷേ ഇത് തുടങ്ങിയ ആ ചേട്ടനെ കാണുമല്ലോ, മെർലിൻ ചേട്ടൻ. മെർലിൻ ചേട്ടനെ കണ്ടൊന്ന് വർത്താനം പറഞ്ഞിട്ട് വേണം പോകാൻ. മംഗൂസിനും അതുപോലെ തന്നെ റംബുട്ടാനും ഒക്കെ പറിച്ചു കഴിഞ്ഞത് ഇവിടെ വന്ന് അവർ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് റീറ്റെയിൽ വേണമെന്നുണ്ട്, റീറ്റെയിൽ ഹോൾസെയിൽ വേണമെങ്കിൽ ഹോൾസെയിൽ. ഇത് നമ്മുടെ മെർലിൻ ചേട്ടനാണ്. ഇദ്ദേഹമാണ് 35 വർഷമാണോ അതോ അതിൽ കൂടുതലുണ്ടോ? 37. എന്നോട് മുമ്പേ മനു പറഞ്ഞു 35 വർഷമെന്നാണ്. 37ആയി. ആദ്യം ഇതെങ്ങനെയാണ് കൊണ്ടുവന്നത്, നമുക്ക് ഇത് കിട്ടുന്നത് എങ്ങനെയാണ് ശരിക്കും? ഞങ്ങളുടെ അപ്പാപ്പൻ മലേഷ്യ പഠിക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നത്. അന്ന് ആ പാപ്പൻ കൊണ്ടുവന്ന് അതിൽ നിന്ന് 140 വർഷമായി ഇപ്പം ആ മരം. അതിൻ്റെ വിത്താണ് എടുത്ത് നമ്മളിവിടെ വെച്ചത്. അതിങ്ങനെ പർപ്പസ്ഫുള്ളി ആയിട്ട് ഇട്ടതൊന്നുമല്ല, അങ്ങനെ വന്ന് കഴിച്ചിട്ടുന്നേ ഉള്ളൂ അല്ലേ? അല്ല, അന്ന് നമ്മളതൊരു പ്ലാന്റായിട്ട് ഒരു 10-100 ചെയ്തു. അതാണ് 37 കൊല്ലം. 37 കൊല്ലം അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട് നമ്മുടെ. പിന്നെയുള്ളതൊക്കെ അതിൽ താഴെ 10 കൊല്ലം 20 കൊല്ലം 15 കൊല്ലം അങ്ങനെ പല ഇതിലാണ്. അപ്പോൾ അന്ന് ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഫ്രൂട്ടല്ലേ എന്നുള്ളൊരു രീതിയിലാണ് അന്ന് ചെയ്തത്. പറിച്ചു വന്നപ്പോൾ ആദ്യത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ വേണോ ചേട്ടാന്ന് ചോദിച്ചു നടന്ന കാലമായിരുന്നു. അന്ന് 20 രൂപയാണ് 1 കിലോന് അന്നത്തെ റേറ്റ്. പിന്നെ അത് മാറി ഇവിടെ ഇരുന്നിപ്പോൾ മൊബൈലിൽ കൂടെ കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളില്ല, വിൽക്കാനൊരു ബുദ്ധിമുട്ട്. അതുപോലെ ഇതിന്റെ ഡിമാൻഡ് മാറി, ആൾക്കാർ അറിഞ്ഞു, ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട്. ഇതിപ്പം മെർലിൻ ചേട്ടനാണ്. മെർലിൻ ചേട്ടന് 2 മക്കളാണ്. അതുകൂടാതെ അവരുടെ കസിൻസും എല്ലാം കൂടിയാണ് നടന്നത് കേട്ടോ. ഇവരെല്ലാം തന്നെ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. കുറച്ച് പേർക്ക് ക്യാമറ ഷൈ ആണ്. ഇത് പ്രദീപ് അല്ലേ? പ്രദീപ് നമസ്കാരം. മെർലിൻ്റെ മനുവിൻ്റെ കസിനാണ്. ഇത് മനുവിൻ്റെ സ്വന്തം ചേട്ടനാണ് മിഥുൻ.
മിഥുൻ്റെ വൈഫുണ്ട്, മിഥുൻ്റെ കുട്ടിയുണ്ട്, അതുപോലെ തന്നെ മനുവിൻ്റെ വൈഫും ഇവരുടെ അമ്മയുണ്ട് കേട്ടോ. പുള്ളിക്കാരത്തി കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു, പിന്നെ ക്യാമറയിലൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരത്തി അങ്ങ് മാറി. ഏതായാലും ഇതൊന്നും കൂടാതെ ഇത് നമ്മുടെ വിത്തുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോസിൻ്റെ വിത്തുകൾ അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ റംബുട്ടാൻ്റെ വിത്തുകളും ഉണ്ട് അല്ലേ. റംബുട്ടാൻ വേണമെങ്കിൽ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ വേണമെങ്കിൽ മാംഗോസ്റ്റിൻ, അത് വിത്തായിട്ട് വേണമെങ്കിൽ വിത്തായിട്ട്, അതല്ല കായായിട്ട് വേണമെങ്കിൽ കായായിട്ട്, എന്ത് വേണ്ടി നമുക്ക് ഇവിടെ കിട്ടും. അപ്പം എല്ലാം പറഞ്ഞ പോലെ.